അങ്ങനെ സിറിയയിൽ നിന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുള്ളത്. അഥവാ സിറിയ ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് വിമതർ അവിടെ ഡമസ്കസ് അടക്കമുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. അഥവാ സിറിയ ഇനി വിമത വിഭാഗത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ലോകത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും ഇത് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ സിറിയയുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. കൃത്യമായിട്ട് കഴിഞ്ഞ 13 വർഷത്തോളം നടന്ന സിറിയൻ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഒരു ഘട്ടം പൂർത്തിയായി എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള അഥവാ ബഷർ അൽ അസദ് നാട് വിട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഇവിടെ ഫ്രീ സിറിയൻ ആർമി മുതൽ വിവിധ തരത്തിലുള്ള നുസ്ര ഫ്രണ്ട് അല്ലെങ്കിൽ RPG, YPG തുടങ്ങിയ നിരവധി സംഘങ്ങളാണ് ഈ വിമത വിഭാഗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിമത വിഭാഗത്തെയും പിന്തുണക്കുന്ന കക്ഷികൾ എന്നുള്ളത് വ്യത്യസ്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അമേരിക്കൻ ഇസ്രായേൽ പിന്തുണക്കുന്ന കുർദ് ഗ്രൂപ്പുകൾ ഒരു ഭാഗം പിടിച്ചടക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ഫ്രീ സിറിയൻ ആർമിയുടെ കീഴിലുള്ള നുസ്ര ഫ്രണ്ട് പോലുള്ള സംഘങ്ങളാണ് മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഡമസ്കസ് അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ മറ്റു രീതിയിലും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരും കാലങ്ങളിൽ സിറിയയുടെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ വർഷങ്ങൾ എടുക്കും തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ നിലപാട്, ഇറാന്റെ നിലപാട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫലസ്തീൻ ഇസ്രായേൽ ഒരു തുഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം അതിന്റെ യുദ്ധമുഖത്തുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ പിന്മാറ്റമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കില്ല, ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഹിസ്ബുള്ള ഒരു കരാറിലൂടെ ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ഒരു കരാറിലൂടെ അവർ അവിടെ ഒരു കരാറിൽ പെട്ടുകൊണ്ട് വെടിനിർത്തലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണ് സിറിയയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഈ വിമത വിഭാഗങ്ങൾ നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ബഷർ അൽ അസദിനെ പിന്തുണച്ചത് സിറിയയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ റഷ്യയുടെ വ്ളാഡിമിർ പുടിന്റെ സൈന്യവും ഇറാന്റെ IRGC-യും ഹിസ്ബുള്ളയും അടങ്ങുന്ന വിവിധ വിഭാഗങ്ങളാണ്. ഷീ താല്പര്യങ്ങളാണ് ഇവിടെ ഒന്നിച്ചു നിർത്തിയത് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു നിന്നാൽ അവിടെ യുക്രൈൻ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇറാന് അടുത്ത കാലത്ത് വലിയ തിരിച്ചടികളാണ് അവരുടെ നയതന്ത്രത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിലും ഉണ്ടാവുന്നത്. അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു, അവിടെ എത്തിയ നയതന്ത്ര പ്രതിനിധിയായ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ പല രീതിയിലും ഇറാന് തിരിച്ചടിയുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അത്തരം തന്നെയാണ് കാര്യങ്ങൾ. ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ അവരുടെ പ്രധാനപ്പെട്ട തലവനായി 31 വർഷം സേവനം ചെയ്ത ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സിറിയൻ പ്രശ്നത്തെ കാണേണ്ടതുള്ളത്. ഇപ്പോൾ ഇറാന്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും പൂർണ്ണമായിട്ടും അസദിനുള്ള പിന്തുണ നൽകില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് അവർ പിന്മാറിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ബഷർ അൽ അസദിന്റെ സൈന്യം ഈ ഒരു ബഷർ അൽ അസദിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അവരുടെ 2000-ഓളം സൈനികർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതായി മാറിയതായിട്ടാണ് വിവരം വരുന്നത്. അതുകൂടാതെ തന്നെ വിമത വിഭാഗം അവരുടെ നിരവധി ആളുകളെ പിടിച്ചടക്കുകയും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയൊക്കെ പിടിച്ചടക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞത് ബഷർ അൽ അസദിന്റെ സൈന്യത്തിന് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടമുഖത്ത് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ പോരാട്ടം ഈ ഒരു പിന്തുണ നൽകൽ അവസാനിപ്പിക്കുമെന്നാണ്. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഖത്തറിൽ വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിലൂടെ എന്താണ് തീരുമാനങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. ഈ ചർച്ചകളുടെയൊക്കെ ബാക്കി പത്രമാണ് സിറിയയിൽ ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ എന്നുള്ളത്. അഥവാ ബഷർ അൽ അസദ് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം 2014 മുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച്, ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് സിവിലിയൻസിനെ കൊന്നൊടുക്കിയ പാരമ്പര്യം ബഷർ അൽ അസദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ഏകാധിപതിയുടെ എല്ലാ ദുസ്വഭാവങ്ങളും കൂടിക്കലർന്ന വ്യക്തിയായിരുന്നു ബഷർ അൽ അസദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള സിവിലിയൻ കൂട്ടക്കുരുതിയാണ് സിറിയയിൽ നടന്നത്.
ഒരു ഭാഗത്ത് ഐസിസ് ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ മറ്റൊരു ഭാഗത്ത് സിറിയയുടെ ഏകാധിപതിയായിരുന്ന ബഷർ അൽ അസദും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരുമായിരുന്നു മറ്റൊരു ഭാഗത്ത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതികൾക്ക് ഇരയായിട്ടുള്ള അത്തരം സിവിലിയൻ കൊലകൾക്ക്, കൂട്ടക്കൊലകൾക്ക്, കാഴ്ചകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ഒരു ജനസമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ആളുകളെ കൊല്ലാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. അത്ര തന്നെ ആളുകൾ അഭയാർത്ഥികളായി, അതിൽ കൂടുതൽ 2 ഇരട്ടി ആളുകൾ അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളിൽ പോയി. തുർക്കിയിൽ മാത്രം 30 ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സിറിയൻ പ്രശ്നം വലിയ രീതിയിൽ ലോകത്തിന് തലവേദനയെ ഉണ്ടാക്കിയ സംഘർഷങ്ങളാണ്. എന്നാൽ ഇതിന്റെ ഗതി മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴാണെന്ന് പറയേണ്ടി വരും. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഹിസ്ബുള്ളയോ ഇറാനോ ഇവരെ പിന്തുണക്കുന്ന സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സിറിയയുമായിട്ടുള്ള ഒരു റൂട്ട് വഴികളിലൂടെയാണ് ഹിസ്ബുള്ളയുമായിട്ടും അല്ലെങ്കിൽ ഹമാസുമായിട്ടും ഇറാന് ബന്ധമുണ്ടായിരുന്നത്. ആ വഴികൾ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന റൂട്ട് എന്നുള്ള നിലക്ക്, അവരുടെ പ്രധാനപ്പെട്ട വഴി എന്നുള്ള നിലക്ക് വരും ദിവസങ്ങളിൽ ഇറാനെ പിന്തുണക്കാൻ ഈ വിമത വിഭാഗത്തിലെ സർക്കാർ ഉണ്ടാക്കുന്നവർ തയ്യാറാവുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്രത്തോളം വിവിധ ഗ്രൂപ്പുകൾ, 60ഓളം ഗ്രൂപ്പുകളുള്ള ഈ വിമത വിഭാഗം ഏത് തരത്തിലാണ് വരും കാലങ്ങളിൽ സിറിയയിൽ സർക്കാർ ഉണ്ടാക്കുക, ഏത് രീതിയിലാണ് അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾ അവിടെ വരുമെന്നോ ഉള്ള കാര്യവും സംശയമാണ്. കാരണം ഈ വിമത വിഭാഗമൊക്കെ സായുധ പോരാട്ടത്തിലൂടെ ഇത് കൈക്കലാക്കിയതാണ്. കാരണം ആ ബഷർ അൽ അസദ് ആദ്യഘട്ടത്തിൽ തന്നെ സിവിലിയൻ കൂട്ടക്കരുതി നടത്തിയപ്പോൾ അവിടെ വിവിധ വിഭാഗത്തിലുള്ള സായുധ സംഘങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അവർക്ക് വിവിധ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകൾ ആയുധങ്ങൾ നൽകുകയും അവരെ പരിശീലിപ്പിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പല രീതിയിലായി പ്രവർത്തിച്ചപ്പോൾ ഇത്തരത്തിലുള്ള റിബൽ സ്വഭാവമുള്ള മുഴുവൻ സംഘങ്ങൾക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നും പിന്തുണ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്തുണ കിട്ടിയത് കൂടിയാണ് ഈ വിമത വിഭാഗങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസം എന്നുള്ളത് ബഷർ അൽ അസദിന്റെ സൈന്യം യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ബഷർ അൽ അസദിന്റെ സൈന്യം പൂർണ്ണമായിട്ടും പിന്മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനും ഹിസ്ബുള്ളയും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ബഷർ അൽ അസദിന് നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴവരും നിശബ്ദമായി നിൽക്കുകയാണ്. ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത് എന്താണെന്ന് ഇപ്പോഴ് ഊഹിച്ചെടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്താനോ സാധിക്കുന്നില്ല. കൃത്യമായിട്ട് ഇറാൻ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും നിശബ്ദമായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഘർഷങ്ങളിലുണ്ടായ അവർക്കുള്ള പരിക്കുകളാണോ അവരെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഷർ അൽ അസദിന്റെ സൈന്യം പൂർണ്ണമായിട്ടും പിൻവാങ്ങിയത് കൊണ്ടും അവർ ഒരു തരത്തിലും ഒരു ആക്രമണത്തിന് തയ്യാറാവാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ സിറിയൻ പ്രശ്നം ഇപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് അവസാനിച്ചിരിക്കുന്നത്. റഷ്യയുടെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ മറ്റൊരു യുക്രൈനുമായിട്ടുള്ള സംഘർഷങ്ങൾ, വർഷങ്ങളായി തുടരുന്നുള്ള പ്രശ്നങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അവിടെ യുദ്ധങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും സിറിയയിലെ ഒരു ഭരണകൂടത്തെ പിന്താങ്ങി അവിടെ സംരക്ഷിക്കേണ്ട ചുമതല റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയും അത്തരത്തിൽ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. ആദ്യം ഹോംസും അതോടൊപ്പം തന്നെ ആലപ്പുഴ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വിമത വിഭാഗം പിടിച്ചടക്കി ഇപ്പോൾ ഡമസ്കസിലേക്കും അവർ റൂട്ട് മാർച്ച് നടത്തി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡമസ്കസും കൂടി അവർ കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇസ്രായേലിനെയും അമേരിക്കയും ഏത് രീതിയിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രങ്ങൾ എന്നുള്ളതാണ് വരും കാലങ്ങളിൽ നോക്കേണ്ടത്. കാരണം ലോകത്തുണ്ടായ ഏത് രാജ്യങ്ങളിലെ വിപ്ലവാത്മക സ്വഭാവമുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആണെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചായിരുന്നു അവിടങ്ങളിലുള്ള പിന്നീട് വരുന്ന സർക്കാരുകളുടെ നയങ്ങൾ എന്നുള്ളത്. എന്നാൽ ഇവിടെ ബഷർ അൽ അസദിനെ മാറ്റിക്കൊണ്ട് പുതിയ സർക്കാർ വരുമ്പോൾ അവർ അമേരിക്കയുമായി ഇസ്രായേലുമായി ഏത് രീതിയിലായിരിക്കും ബന്ധപ്പെടുക എന്നുള്ളതും എൻഗേജ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഗൊലാൻ കുന്നുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് സിറിയ ഒരു നിർണായക കക്ഷി തന്നെയാണ്. സിറിയയിലുള്ള ഈ വിമത വിഭാഗങ്ങൾ ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടാനും അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെടാനും തയ്യാറാകുമോ എന്നുള്ള
ചോദ്യങ്ങൾക്കും വരും കാലങ്ങളിലെ ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ. ഇത്തരത്തിൽ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലക്ക് സിറിയൻ ആഭ്യന്തര പ്രശ്നം വരും ദിവസങ്ങളിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായിട്ട് തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഈ ഹിസ്ബുല്ല അടക്കമുള്ള സംഘങ്ങൾ പിന്മാറിയെങ്കിലും ഹമാസും ഇസ്രായേലും നേരിട്ട് ഗസയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇവിടെ സിറിയയിൽ ഒരു ഭരണമാറ്റമുണ്ടായി ആ സംഘങ്ങൾ മുഴുവൻ ഇസ്രായേലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേലും അവരും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ അത് ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ തന്നെ മറ്റൊരു ചരിത്രമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല.